ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക് ട്രീറ്റ്മെന്റ് ഓഫ് ചിൽഡ്രൻ, അതായത് പരമ്പരാഗതമായിട്ട് കുട്ടികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. Okay, the emergency of child rights is mainly associated with issues of social justice, non-discrimination, equality and empowerment. ഈ ഒരു ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഈ ചൈൽഡ് റൈറ്റ്സിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് വരാൻ കാരണം ആ ഒരു കാലങ്ങളിൽ ഈ സോഷ്യൽ ഇൻജസ്റ്റിസ്, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുക, ബോയ് ഗേൾ എന്നുള്ളതിന്, ഇനിക്വാളിറ്റി അല്ലെങ്കിൽ എംപവർമെന്റ് ഇഷ്യൂ, ഇത്തരം ഇഷ്യൂസ് എല്ലാം സൊസൈറ്റിയിൽ റൈസ് ചെയ്ത് വന്നിരുന്ന ഒരു സമയത്താണ് ഈ ചൈൽഡ് റൈറ്റിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങിയത്. ഗവൺമെന്റ് അലോങ് വിത്ത് മെനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് യൂണിസെഫ് ഹാസ് ബീൻ ടയർലെസ്ലി വർക്കിംഗ് ഇൻ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പോളിസീസ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് ഓവറോൾ ഗ്രോത്ത് ഓഫ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ യൂണിസെഫ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവൺമെന്റിനോട് കൈകോർത്തുകൊണ്ട് ഒരുപാട് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ കുട്ടികളുടെ ഓവറോൾ ഗ്രോത്തിന് വേണ്ടിയിട്ടും അവരെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും യൂണിസെഫ് പോലുള്ള എന്താ പറയാ സ്ഥാപനങ്ങള് ഗവൺമെന്റിന്റെ കൂടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആദ്യം തൊട്ടേ പണ്ട് തൊട്ടേ യൂണിസെഫ് ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എനിക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് വളരെ ചുരുക്കമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് ചിൽഡ്രൻ അപ് ടു ദ മിഡീവൽ ഏജ്. ഇനി നമ്മൾ പറയും 10th സെഞ്ചുറി, 11th സെഞ്ചുറി, 12th സെഞ്ചുറി, ഈ ഒരു കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആൻഷ്യൻ ടൈംസിൽ കുട്ടികൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു, അവർ ഫേസ് ചെയ്തിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. From 11th to 17th century, India went through a difficult times because of invasions by the groups like the Arabs, Turks, Afghans and Mughals. ഈ ഒരു 11 മുതൽ 17 സെഞ്ചുറി, ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചിട്ട് കാരണം എന്താന്ന് വെച്ചാൽ ഈ അറബ്സ്, അതുപോലെ മുഗൾ എംപയറിൽ നിന്നുള്ള ആളുകൾ, അഫ്ഗാനികള്, ടർക്കിഷ് ആളുകള്, ഇവരെല്ലാം ഇന്ത്യയിലോട്ട് കടന്നു കൂടിയതോടനുബന്ധിച്ച് ഇന്ത്യ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 11th to 17th സെഞ്ചുറി എന്ന് പറയുന്നത്. ദീസ് ഇൻവേഷൻസ് കോസ്ഡ് എ ലോട്ട് ഓഫ് സഫറിംഗ് ആൻഡ് ഡാമേജ്ഡ് ഇന്ത്യൻസ് വെൽത്ത് ആൻഡ് കൾച്ചർ. ഇവരുടെ കടന്നുകയറ്റം എല്ലാ തരത്തിലും ഇന്ത്യനെ അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാമ്പത്തികം, ഇന്ത്യയുടെ കൾച്ചറിനെ എല്ലാം ഇത് വളരെയധികം ഡാമേജ് ചെയ്തിട്ടുണ്ട്. ചിൽഡ്രൻ എസ്പെഷ്യലി സഫർ ഡ്യൂ ടു ദ വേഴ്സണിങ് ഇക്കണോമിക് കണ്ടീഷൻ. ഈ ഇന്ത്യയുടെ ഓവറോൾ ഒരു കൾച്ചറിനെയും വെൽത്തിനെയും ഇത് ബാധിച്ചത് കൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് കുട്ടികളെ ആയിരുന്നു. കുട്ടികളുടെ കാര്യം വളരെ കഷ്ടമായിരുന്നു ആ ഒരു കാലഘട്ടങ്ങളിൽ, മിഡീവൽ ഏജ് എന്ന് പറയുന്ന ആ ഒരു സമയത്ത്. Families, especially in rural areas, were not able to afford nutritious food and other basic facilities for their children. Economic conditions വളരെ വേഴ്സൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. അതുകൊണ്ട് തന്നെ ഫാമിലീസ്, എസ്പെഷ്യലി വില്ലേജ് ഏരിയാസിൽ താമസിക്കുന്ന, സ്ലം ഏരിയാസിലൊക്കെ താമസിക്കുന്ന ഫാമിലീസ് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ കുട്ടികൾക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എത്തിച്ചു കൊടുക്കാനും ബാക്കി ബേസിക് ഒരു ഹ്യൂമൻ നീഡ്സിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് അത് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാനും എല്ലാം ആ ഒരു കാലഘട്ടങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഫോക്കസ് ഓൺ ബേസിക് എഡ്യൂക്കേഷൻ സ്ലോലി ഫെയ്ഡ്സ് അവേ. ആ ഒരു സമയത്ത് ഓൾറെഡി നമുക്കറിയാം എഡ്യൂക്കേഷന്റെ കാര്യം വളരെ കഷ്ടത്തിലായിരുന്നു. അതിന്റെ കൂടെ ഈ ഒരു ഇൻവേഷനും കൂടെ നടന്നു വന്നതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷന്റെ കാര്യം ആ ഒരു കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ എഡ്യൂക്കേഷൻ മെല്ലെ മെല്ലെ അത് ഇല്ലാതാവാൻ തുടങ്ങിയ ഒരു സമയമായിരുന്നു ആ ഒരു മിഡീവൽ ഏജ്. എലിമെന്ററി എഡ്യൂക്കേഷൻ എമംഗ് ദ ഹിന്ദുസ് വാസ് ഗിവൺ ടു ദോസ് ബിലോങ്ങിങ് ടു ഹയർ കാസ്റ്റ് ലൈക്ക് ബ്രാഹ്മിൻസ് ആൻഡ് ക്ഷത്രിയാസ്. എല്ലാവർക്കും ഈ ഒരു എഡ്യൂക്കേഷൻ ആ സമയത്ത് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ
എലിമെന്ററി എഡ്യൂക്കേഷൻ ഹിന്ദുസിന്റെ ഇടയിൽ തന്നെ ഹയർ കാസ്റ്റിലുള്ള ആളുകൾക്ക് മാത്രം, അതായത് ബ്രാഹ്മിൻസും ക്ഷത്രിയാസിനും മാത്രമേ അത് അഫോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ ആ ഒരു സമയത്ത് സാധിച്ചിരുന്നുള്ളൂ. ലോവർ കാസ്റ്റിലുള്ള ആളുകൾക്കൊന്നും എഡ്യൂക്കേഷൻ ആ ഒരു സമയത്ത് സ്വപ്നം കാണാൻ പോലും പറ്റുന്നതായിരുന്നില്ല കേട്ടോ. എമംഗ് മുസ്ലിംസ് ബേസിക് എഡ്യൂക്കേഷൻ വാസ് ഗിവൺ ടു ദോസ് ബിലോങ്സ് ടു അപ്പർ ക്ലാസ് ഫാമിലീസ്. മുസ്ലിംസിന്റെ ഇടയിലും തന്നെ അപ്പർ ക്ലാസ് ഫാമിലിയിലുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു, കുട്ടികൾക്ക് മാത്രമായിരുന്നു ബേസിക് എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നത് ആ ഒരു സമയത്ത്. ഗേൾസ് were rarely given education compared with boys. ആ ഒരു സെക്ടർ അപ്പർ ക്ലാസ് ഫാമിലീസ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴും അതിലും തന്നെ ബോയ്സിനായിരുന്നു കൂടുതൽ പ്രയോറിറ്റി ഫാമിലി നൽകിയിരുന്നത് കമ്പയർഡ് വിത്ത് ഗേൾസ്. ഗേൾസ് സ്റ്റാറ്റസ് റിമൈൻഡ് ഇൻഫീരിയർ വെൻ കമ്പയർഡ് ടു ബോയ്സ്. ബോയ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കാര്യത്തിലും ബോയ്സ് എപ്പോഴും ഒരു പടി മുന്നിൽ, അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ ഫീലിംഗ് എപ്പോഴും ആ ഒരു സമയത്ത് ഫാമിലിയിൽ ബോയ്സിനാണ് നൽകിയിരുന്നത്. ഗേൾസിന് ഒരു ഇൻഫീരിയർ ഫീലിംഗ് അല്ലെങ്കിൽ ഇൻഫീരിയർ സ്റ്റാറ്റസ് ആണ് കൊടുത്തിരുന്നത് കേട്ടോ. മിഡീവൽ ഏജില് എനിക്ക് തോന്നുന്നു ആ ഒരു മിഡീവൽ ഏജില് എന്താണ് കുട്ടികളുടെ കണ്ടീഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓവറോൾ ഇന്ത്യ തന്നെ സഫർ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. ഫുഡിന്റെ കാര്യത്തിലും ബേസിക് ഫെസിലിറ്റീസ് എല്ലാം ബുദ്ധിമുട്ടായിരുന്നു. എഡ്യൂക്കേഷന്റെ കാര്യം വളരെ കഷ്ടത്തിലായിരുന്നു മെഡീവൽ ഏജിൽ നടന്നു പോയിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ട്രീറ്റ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരിയഡ് ഇൻ ഇന്ത്യ. നമുക്കറിയാം ഇന്ത്യ ഒരുപാട് കാലം ബ്രിട്ടീഷേഴ്സിന്റെ കയ്യിലായിരുന്നു അല്ലെ. ഇനി ഈ ബ്രിട്ടീഷ് പീരിയഡിൽ എങ്ങനെയാണ് കുട്ടികളുടെ ട്രീറ്റ്മെന്റ്, അവർക്ക് എഡ്യൂക്കേഷൻ സാധ്യമായിരുന്നു, അവരുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എങ്ങനെയായിരുന്നു, ഈ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാവേ. The children who belongs to lower class families were troubled a lot during ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലും ഇന്ത്യയിലെ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എസ്പെഷ്യലി ലോവർ ക്ലാസ് ഫാമിലിയിലുള്ള കുട്ടികൾക്ക് അവരുടെ എഡ്യൂക്കേഷനും എല്ലാം അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഡ്യൂറിംഗ് ദിസ് ടൈം പീരിയഡ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ chaos were happening throughout the നേഷൻ. ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന ഒരു കാലം എന്തായിരുന്നു നമുക്കറിയാം അല്ലെ. ത്രൂ ഔട്ട് ദ നേഷൻ ഒരുപാട് കാര്യങ്ങളിൽ സഫർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എക്കണോമിക് പരമായിട്ടും സോഷ്യൽ പരമായിട്ടും പൊളിറ്റിക്കലി എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യ മൊത്തം നേരിടുന്ന ഒരു സമയമായിരുന്നു ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന ആ ഒരു സമയം. ചിൽഡ്രൻസ് were brutally and physically punished during the growth of ബ്രിട്ടീഷ് ഇമ്പീരിയലിസം. കുട്ടികൾ പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് വളരെയധികം ക്രൂരതകൾ നേരിടുകയും ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി എല്ലാം വളരെയധികം കഷ്ടപ്പാട് അനുഭവിച്ചിരുന്ന ഒരു കാലമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടം. ഓക്കെ, സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു മെഡീവൽ ഏജ് അതുപോലെ തന്നെ ബ്രിട്ടീഷ് പീരിയഡ് ഇൻ ഇന്ത്യ ഈ കാര്യങ്ങളെല്ലാം കുട്ടികൾ എത്രത്തോളം സഫർ ചെയ്തിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരിയഡ്. അപ്പൊ നമ്മൾ മെഡീവൽ ഏജിനെ കുറിച്ച് സംസാരിച്ചു, അതിനുശേഷം ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന കാലം പറഞ്ഞു. ഇനി നമ്മൾ ഫ്രീഡം സ്ട്രഗിൾ നടന്നുകൊണ്ടിരുന്ന സമയത്തും അതിനുശേഷം ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയതിനു ശേഷം എങ്ങനെയായിരുന്നു ട്രീറ്റ്മെന്റ്, കുട്ടികളെ എങ്ങനെയായിരുന്നു ഈ ഒരു ഇന്ത്യയിൽ ജീവിച്ചിരുന്നത്, ആ ഒരു കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രേറ്റ് എഫേർട്സ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ് were undertaken by the leaders like Mahatma Gandhi, Lala Lajpat Rai, Lal Bahadur Shastri, which stimulates the Indians and avoid them on various forms like illiteracy, child marriage or neglected upbringing of ചിൽഡ്രൻ. ഇവരെല്ലാം നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഈ ലീഡേഴ്സിന്റെ എല്ലാം ഒരുപാട് എഫേർട്ട് കാരണം, അവരുടെ ഇനീഷ്യേറ്റീവ് കാരണം നമ്മുടെ ഇന്ത്യൻസിന് അതുപോലെ തന്നെ ഇന്ത്യൻ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങളിൽ കൺ തുറന്ന ഒരു സമയമായിരുന്നു ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് എത്രത്തോളം എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ചൈൽഡ് മാരേജിന് എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ കുട്ടികളെ നമുക്ക് എങ്ങനെ അപ്ബ്രിങ് ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യൻസിന് കണ്ണ് തുറന്ന ഒരു സമയമായിരുന്നു ഈ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരിയഡ് എന്ന് പറയുന്നത്. അതിന് മെയിൻ ആയിട്ട് എഫേർട്ട് ഇട്ടിട്ടുള്ളത് നമ്മുടെ ഈ പറഞ്ഞ ലീഡേഴ്സ് എല്ലാവരും ആയിരുന്നു കേട്ടോ. ആക്ടിവിറ്റീസ് ലൈക്ക് സോഷ്യൽ ആക്ഷൻ were taken to overcome the weakness in society and develop self-reliant attitude in
Indians. അപ്പൊ ഇത്തരം ഒരു എന്താ പറയാ, ഇത്തരം ഒരു കാര്യം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസും പ്രോഗ്രാംസും ആ ഒരു കാലഘട്ടങ്ങളിൽ നടക്കുമായിരുന്നു. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി ഏതൊക്കെ കാര്യങ്ങളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സൈഡിലാണ് നമ്മൾ വീക്കായിട്ടുള്ളത്, ആ ഒരു വീക്ക്നെസ് എല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യനെ മുന്നോട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ ഉയർത്താൻ വേണ്ടിയിട്ട് അന്ന് ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസും പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുമായിരുന്നു ആ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരിയഡിൽ. സോഷ്യൽ കൺസേൺസ് ഫോർ ചിൽഡ്രൻ ഗെയിൻഡ് സിഗ്നിഫിക്കൻസ് ഡ്യൂറിംഗ് ദ ഫോർമുലേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കുട്ടികളുടെ കാര്യത്തിലും ഒരുപാട് ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങിയത് നമ്മളെ ഒരു ഇന്ത്യ നമുക്കൊരു ഫ്രീഡം ലഭിച്ചതിന് ശേഷവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമുലേറ്റ് ചെയ്തതിന് ശേഷം എല്ലാമാണ് കുട്ടികളുടെ കാര്യം നമ്മൾ സൊസൈറ്റിയിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ട് കാണാൻ തുടങ്ങിയ ഒരു സമയം അപ്പോഴായിരുന്നു. For proper structuring and shaping of children's future in India, various laws like Reformatory Schools Act were taken as an initial effective step for creating suitable environment for children to grow and develop. ആ ഒരു കാലഘട്ടത്തില് കുട്ടികളുടെ ഭാവി ഭദ്രമാക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഓവറോൾ ബിഹേവിയറിനെ ആണെങ്കിലും കുട്ടികളെ ആണെങ്കിലും പ്രോപ്പർ ആയിട്ട് അവരെ സ്ട്രക്ചർ ചെയ്യാനും ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ആക്ട് ആ കാലഘട്ടങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു ആക്ടിന്റെ പേരാണ് ഇവിടെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത്, റിഫോർമേറ്ററി സ്കൂൾ ആക്ട്. ഇതെല്ലാം എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, കുട്ടികൾക്ക് എല്ലാ തരത്തിലും വളരാനും ഡെവലപ്പ് ചെയ്യാനും എല്ലാം വേണ്ടിയിട്ടാണ് ഇത്തരം ആക്ടുകൾ നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരിയഡിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവാം, ട്രീറ്റ്മെന്റ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് സൈഡിലോട്ട് വരാൻ തുടങ്ങിയത് ഇന്ത്യക്ക് ഫ്രീഡം ലഭിച്ചതിന് ശേഷമാണ് കേട്ടോ. അതുവരെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ തന്നെയായിരുന്നു ഓവറോൾ കാര്യങ്ങളിൽ ഇന്ത്യ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കുട്ടികളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യക്ക് ഫ്രീഡം ലഭിച്ചപ്പോഴാണ് കുട്ടികൾക്കും ഫ്രീഡം ലഭിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ഐ തിങ്ക് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണോ? നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നിങ്ങക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും ഒരു റെസ്പോൺസ്? അടുത്ത ടോപ്പിക്കിലോട്ട് പോവാട്ടോ എന്നാലും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് യൂണിസെഫ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്ന ഒരു കേസ് ആണ് അല്ലെ യൂണിസെഫ്. ഇനി യൂണിസെഫിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാണ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ എല്ലാമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. യൂണിസെഫ് ഹാസ് ബീൻ ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ സിൻസ് 1969. നമ്മുടെ ഫ്രീഡം ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം 1969 യൂണിസെഫ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. It has been an active partner of the government in organizing various programs and activities for growth and development of children in India. നമ്മൾ ഓൾറെഡി പറഞ്ഞു, യൂണിസെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓർഗനൈസേഷൻ ഗവൺമെന്റിന്റെ കൂടെ ഒരു ആക്റ്റീവ് പാർട്ട്ണർ ആയിട്ട് അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനും ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനും യൂണിസെഫ് വളരെ പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എന്തിനു വേണ്ടിയാണ് യൂണിസെഫ് ഇത്രത്തോളം നമ്മുടെ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുന്നത്? ഒന്നുമല്ല, നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും അവരുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുമാണ് യൂണിസെഫ് ഇത്തരം ആക്ടിവിറ്റീസ് ആ ഒരു കാലഘട്ടം തൊട്ടേ കണ്ടക്ട് ചെയ്ത് പോരുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ in collaboration with UNICEF run various programs to support child right of teenagers and women for their basic survival, all-round growth, upliftment, constant participation, and most importantly, their protection by reducing inequalities based on caste, gender, religion, region. അന്ന് തൊട്ടേ ഈ 1969 തൊട്ട് മുതൽ തന്നെ യൂണിസെഫ് ഗവൺമെന്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയായിരുന്നു അവരുടെ മെയിൻ ഭാഗങ്ങൾ എന്നുള്ളത്. ചൈൽഡ് റൈറ്റ് സപ്പോർട്ട് ചെയ്യാൻ, ടീനേജേഴ്സിന്റെ റൈറ്റ് സപ്പോർട്ട് ചെയ്യാൻ, വിമൻ
ചിൽഡ്രനെ അവരുടെ ബേസിക് സർവൈവലിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ചിൽഡ്രന്റെ ഓവറോൾ ഗ്രോത്തിന് വേണ്ടിയിട്ടും അവർ അപ്ലിഫ്റ്റ് ചെയ്യാനും ബാക്കി ഇനിക്വാളിറ്റീസ്, അന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരുന്ന ഇനിക്വാളിറ്റീസിനെ എല്ലാം ഇല്ലാതാക്കാൻ, കാസ്റ്റ് ബേസ്ഡ്, റിലീജിയൻ ബേസ്ഡ്, ജെൻഡർ ബേസ്ഡ്, സെക്സ് ബേസ്ഡ്, ഇത്തരം ഇനിക്വാളിറ്റീസ് എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമയത്ത് യൂണിസെഫ് ഇത്രത്തോളം പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് അണ്ടർസ്റ്റാൻഡിങ് ദ ചൈൽഡ് റൈറ്റ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ എഫക്റ്റഡ് പീപ്പിൾ. ഇനി നമുക്കറിയാം ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയമായിരുന്നു അല്ലെ ആ ഒരു കാലഘട്ടങ്ങളിലെല്ലാം. അപ്പൊ ഈ എഫക്റ്റഡ് പീപ്പിൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ജെൻഡർ ഇനിക്വാളിറ്റി ആയിക്കോട്ടെ, കാസ്റ്റ് അല്ലെങ്കിൽ റിലീജിയൻ ബേസ്ഡ് ആയിട്ട് എല്ലാം എഫക്റ്റഡ് ആയിട്ടുള്ള പീപ്പിൾ, അവരുടെ പെർസ്പെക്റ്റീവില് ചൈൽഡ് റൈറ്റിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. എഫക്റ്റഡ് പീപ്പിളിന്റെ പെർസ്പെക്റ്റീവിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. Compared to any other group in the society, children suffer the most from human right violations because they lack self-defense and depend on others. നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ പറഞ്ഞതാണ് ചിൽഡ്രൻസ് ആർ ദ മോസ്റ്റ് വൾണറബിൾ ഗ്രൂപ്പ് ഇൻ ദ സൊസൈറ്റി എന്നുള്ളത് അല്ലെ. ബാക്കി ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് കുട്ടികളാണ്, പ്രത്യേകിച്ച് ഈ ഒരു വയലേഷൻസ്, ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് എല്ലാം. കാരണം എന്താണ്? കുട്ടികൾക്ക് അവര് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവർക്കൊരു സെൽഫ് ഡിപ്പെൻഡൻസി ഇല്ല, സെൽഫ് ഡിഫെൻസ് ഇല്ല. ഇതെല്ലാം ലാക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ഇത്രത്തോളം സഫറിങ് ചിൽഡ്രൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ടേംസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വയലൻസ്, കുട്ടികളുടെ നേരെ ഉണ്ടാകുന്ന ഈ അതിക്രമം. ചിൽഡ്രൻ റിപ്പോർട്ട് എക്സ്പീരിയൻസ് in high levels of violence in the home and elsewhere. ഈ എഫക്റ്റഡ് പീപ്പിളിന്റെ നമ്മൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം, ഈ ഒരു റിപ്പോർട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ അതിക്രമം നേരിടുന്നത് അവർ താമസിക്കുന്ന വീടുകളിൽ നിന്നും അവരുടെ ചുറ്റുപാടുകളിൽ നിന്നുമാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പൊ വയലൻസ് ആണ് വൺ ഓഫ് ദ പ്രോബ്ലം. നെക്സ്റ്റ് വൺ, ചൈൽഡ് ഫ്രണ്ട്ലി justice. Children wish to receive more information on their rights in the justice system. കുട്ടികൾക്ക് അവർക്ക് എത്രത്തോളം റൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സപ്പോർട്ട് നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്നുണ്ട്, അത്തരം ഇൻഫോർമേഷൻസ് കുട്ടികൾ കിട്ടാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ചിൽഡ്രൻ ഷുഡ് നോട്ട് ബി ഇൻ കസ്റ്റഡി. Children of prisoners require explicit acknowledgement and assistance. കുട്ടികളെ ശരിക്കും നമ്മൾ അങ്ങനെ കസ്റ്റഡിയിൽ എടുക്കാനൊന്നും നമുക്കൊരു റൈറ്റ് ഇല്ല അല്ലെ. ഇനി ഇൻ കേസ് പ്രിസണിൽ അല്ലെങ്കിൽ ജുവനൈലെല്ലാം താമസിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള അസിസ്റ്റൻസും എഡ്യൂക്കേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യണം. ഇതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, ചൈൽഡ് പാർട്ടിസിപ്പേഷൻ. Children should always get feedback on how and whether their views have had an impact. കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം എന്താ പറയാ, ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നൽകുന്ന ഫീഡ്ബാക്ക് സമൂഹത്തിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ വ്യൂ എത്രത്തോളം അത് ബാക്കിയുള്ളവർക്ക് സഹായകരമായി, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നത് അവർക്ക് എപ്പോഴും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതെല്ലാം എഫക്റ്റഡ് പീപ്പിളിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ചിൽഡ്രൻ ഇൻ കെയർ. Being heard is of huge importance to children in care. ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികള് അവര് കേൾക്കപ്പെടുക, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ വേറൊരാള് അപ്പുറത്തുണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് വളരെയധികം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അവർ ഭയങ്കര കെയർ ചെയ്യുന്ന ഒരു കാര്യമാണത്. ബട്ട് മെനി ഫീൽസ് ദാറ്റ് ദേ ആർ നോട്ട് ലിസൺ ടു. ഇത്തരം കുട്ടികളുടെ ഒരു മെയിൻ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, പല കുട്ടികളും വിശ്വസിക്കുന്നത് എനിക്ക് വോയിസ് ഇല്ല, ഞാൻ പറയുന്നത് ആർക്കും ഒരു കാര്യമല്ല, അവരെന്നെ കണക്കാക്കുന്നില്ല എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് കുട്ടികളിൽ, പല കുട്ടികളുടെ ഇടയിലും ഉള്ളതാണ്. They think that better support and interventions are necessary to avoid children being taken into care and to ensure the best care experience
പോസിബിൾ. അപ്പൊ ഇത്തരം കുട്ടികൾ പ്രതീക്ഷിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ബെറ്റർ സപ്പോർട്ട്, അല്ലെങ്കിൽ ഇത്തരം ഒരു നെഗ്ലക്ഷനിൽ നിന്നും ഒരു ബെറ്റർ കെയർ ആണ് ഇത്തരം കുട്ടികൾ പ്രതീക്ഷിക്കുന്നത്. അവർക്കൊരു നല്ലൊരു കെയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ജീവിതം വളരെ നന്നായിട്ട് മുന്നോട്ട് പോവാനും എല്ലാം വേണ്ടി ഒരു ബെറ്റർ സപ്പോർട്ടാണ് ഇത്തരം കുട്ടികൾ എപ്പോഴും കരുതുന്നത് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിസ്ക്രിമിനേഷൻ. Discrimination against children on the basis of age has to be tackled through awareness programs. ഈ പ്രായം വേർതിരിച്ചിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, അല്ലെ, നിനക്ക് ഇത്ര വയസ്സല്ലേ ഉള്ളൂ, ഒരു അഭിപ്രായം എടുക്കാനൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ നീ 10 വയസ്സേ ഉള്ളൂ, 15 വയസ്സേ ഉള്ളൂ, നിനക്കൊരു 18 വയസ്സൊക്കെ ആവട്ടെ, ഇത്തരം ഏജ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ കുട്ടികളിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം പ്രോബ്ലംസ് എല്ലാം ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അവയർനെസ് പ്രോഗ്രാംസ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നാണെങ്കിലും നമുക്ക് നൽകാൻ സാധിക്കണം എന്നാണ് ഇത്തരം അഫക്റ്റഡ് പീപ്പിൾ പറയുന്നത്. Especially children from minorities and with disabilities wish for greater understanding of their experience and കൾച്ചേഴ്സ്. എസ്പെഷ്യലി നമ്മൾ ഈ ലോ കാസ്റ്റ് അല്ലെങ്കിൽ ലോവർ കാസ്റ്റിലുള്ള കുട്ടികളും അതുപോലെ തന്നെ എന്തെങ്കിലും തരം ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളും എല്ലാം അവരെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അവരുടെ കൾച്ചർ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും എപ്പോഴും ഒരു താങ്ങ് കുട്ടികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസ്ക്രിമിനേഷൻ സൊസൈറ്റിയിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുട്ടികൾ നേരിടേണ്ടി വരില്ല എന്നാണ് എഫക്റ്റഡ് പീപ്പിൾസ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, എഡ്യൂക്കേഷൻ. ചിൽഡ്രൻ വാണ്ട് മോർ ഓപ്പർച്യൂണിറ്റീസ് ടു പാർട്ടിസിപ്പേറ്റ് അറ്റ് സ്കൂൾ ആൻഡ് ഓൺ ഡിസിഷൻ കൺസേണിംഗ് ദെയർ എഡ്യൂക്കേഷൻ. സ്കൂളിൽ എന്താ പറയാ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട്, അവർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള നല്ല ഐഡിയാസും സജഷൻസും കൊണ്ടുവരാനും അത് ബാക്കിയുള്ളവര് കണക്കാക്കുന്നതും എല്ലാം കുട്ടികൾക്ക് വളരെയധികം കോൺഫിഡൻസ് നൽകുന്ന കാര്യമാണ്. ബുള്ളിയിങ് അറ്റ് സ്കൂൾ ഇസ് എ മേജർ ഇഷ്യൂ ആൻഡ് ഇറ്റ് ഷുഡ് ബി ടാക്കിൾഡ് ത്രൂ മോർ ഓപ്പർച്യൂണിറ്റീസ് ടു ഡിസ്കസ് ഇറ്റ് ആൻഡ് ബെറ്റർ റെസ്പോൺസ് ഫ്രം ടീച്ചേഴ്സ്. കുട്ടികൾ സ്കൂളിൽ നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങള്, കളിയാക്കല് അല്ലെങ്കിൽ കാസ്റ്റ് പരമായിട്ടെല്ലാം ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നത്, ഇത്തരം ഇഷ്യൂസ് എല്ലാം നമ്മൾ പല പുതിയ ഇൻവെൻഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് എല്ലാം നടത്തിക്കൊണ്ട് തന്നെ ടാക്കിൾ ചെയ്യേണ്ടതാണ്. ഇതിനു വേണ്ടി ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്നും നല്ലൊരു കെയർ അല്ലെങ്കിൽ സപ്പോർട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതെല്ലാമാണ് ഒരു എഫക്റ്റഡ് പീപ്പിൾ എന്ന് പറയുന്ന അവരുടെ സൈഡിൽ നിന്നുള്ള ചൈൽഡ് റൈറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. വയലൻസ് ഉണ്ടാവാം, അപ്പൊ അതിനെ ടാക്കിൾ ചെയ്യണം. ചൈൽഡ് ഫ്രണ്ട്ലി ജസ്റ്റിസ് നമ്മൾ പറഞ്ഞു, കുട്ടികളെ എങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളത്. ചൈൽഡ് പാർട്ടിസിപ്പേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചിൽഡ്രൻ ഇൻ കെയർ, ഓൾവേസ് അവർക്ക് ഒരു കെയർ ആൻഡ് സപ്പോർട്ട് കൊടുക്കുക. ഡിസ്ക്രിമിനേഷൻ സൊസൈറ്റിയിൽ നിന്ന് ഇല്ലാതാക്കുക ആൻഡ് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇതെല്ലാമാണ് ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻസ് ആൻഡ് നീഡ് ടു ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ. നമ്മൾ ഈ ചിൽഡ്രൻ ചൈൽഡ് റൈറ്റ് നമ്മൾ ഒരുപാട് പറയുന്നു അല്ലെ. എത്രത്തോളം ഇമ്പോർട്ടൻസ് ആക്ച്വലി ഈ ഒരു ചൈൽഡ് റൈറ്റിനുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഈ ചൈൽഡ് റൈറ്റിന്റെ ആവശ്യകത നമ്മുടെ സൊസൈറ്റിയിൽ? ഇത്തരം കാര്യങ്ങൾസ് ആണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ പോയിന്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ചിൽഡ്രൻസ് ആർ ഇൻഡിവിജ്വൽസ്. They have equal status as members of the human family. നമ്മുടെ സൊസൈറ്റിയിൽ ബാക്കി ഏത് ഒരു സെക്ടറിനെ അല്ലെങ്കിൽ ഒരു സെഷനെ വെച്ച് നോക്കുമ്പോഴും അവരുടെ അതുപോലെ അല്ലെങ്കിൽ അവരുടെ ഒപ്പം തന്നെ ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അവരും ഇൻഡിവിജ്വൽ ആണ്. നമ്മുടെ ഫാമിലിയിൽ അവർക്കും ഒരു ഈക്വൽ സ്റ്റാറ്റസ് നമ്മൾ ആസ് എ മെമ്പർ കൊടുക്കുക തന്നെ വേണം. നെക്സ്റ്റ്, ചിൽഡ്രൻ സ്റ്റാർട്ട് ലൈഫ് ആസ് ടോട്ടലി ഡിപെൻഡന്റ് beings. Children must rely on adults for the nurture and guidance they need to grow towards independence. നമ്മുടെ കുട്ടികൾ നമുക്കറിയാം, അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അവര് കംപ്ലീറ്റ്ലി അവര് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഫാമിലിനെയാണ്, അതിലുള്ള അഡൾട്ട്സിനെയാണ്, അവരുടെ പാരന്റ്സിനെയാണ്. അപ്പൊ കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ നേർച്ചർ ചെയ്ത് കൊണ്ടുവരണം, നല്ല രീതിയിൽ ഗൈഡൻസ് അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഒരു കുറച്ച് പ്രായം കഴിയുമ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ
ജീവിക്കാൻ അവർക്ക് കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരു ബേസിക് ഫൗണ്ടേഷൻ എന്ന രീതിയിൽ നമ്മൾ വീട്ടിൽ നിന്നും നമ്മുടെ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് കുട്ടികൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ അവരൊരു നല്ല ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഭാവിയിൽ വളരുകയുള്ളൂ. നെക്സ്റ്റ് വൺ, ചിൽഡ്രൻസ് വ്യൂസ് ഷുഡ് ബി ഹേർഡ് ആൻഡ് കൺസിഡേർഡ് ഇൻ ദ പൊളിറ്റിക്കൽ പ്രോസസ്. ഇതെല്ലാം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. കാരണം ഭാവി കിടക്കുന്നത് ഈ കുട്ടികളുടെ കയ്യിലാണല്ലോ അല്ലെ. Next, children generally do not vote and they does not participate in political process. Hence, children's views go unheard on many important issues that affect them now or will affect them in future. ഇനി ഈ ഒരു ചൈൽഡ് റൈറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇത് കൺസിഡർ ചെയ്യണം നമ്മൾ പറയുന്നത്. കാരണം നമുക്കറിയാം പൊളിറ്റിക്കൽ പ്രോസസ്സിൽ കുട്ടികൾക്ക് റോൾ ഇല്ല അല്ലെ. 18 വയസ്സിന് ശേഷം മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു നമ്മൾ ബാക്കി സുപ്പീരിയേഴ്സ് ആണ്, ബാക്കി എല്ലാം അവരുടെ ഐഡിയാസ് സജഷൻസ് എല്ലാമാണ് കേൾക്കുന്നതും നടന്നു പോകുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇത്തരം പൊളിറ്റിക്കൽ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പല വ്യൂസും കേൾക്കാതിരിക്കുകയും കുട്ടികളെ അഫക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ബാക്കിയുള്ളവർ കൺസിഡർ ചെയ്യാതിരിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അത് അവരുടെ ഫ്യൂച്ചറിനെ ഭാവിയിൽ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, the healthy development of children is crucial to the future well-being of any society. നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ ആണ് നാളത്തെ, എന്താ പറയാ, ഇപ്പോഴത്തെ കുട്ടികളാണ് അടുത്ത ഭാവി അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വലും സൊസൈറ്റിയിൽ എങ്ങനെയാണ് വളരുന്നത്, ഏത് ചുറ്റുപാടിലാണ് വളരുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു കുട്ടി ഹെൽത്തി ആയിട്ട് ഒരു ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെയും സൊസൈറ്റിനെയാണ് എഫക്ട് ചെയ്യാൻ പോകുന്നത്. സോ പുവർ ലിവിംഗ്, പോവർട്ടി, inadequate health care and nutrition, environmental pollution affect the future of society in which they live. ഒരു കുട്ടീനെ ഓവറോൾ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ലിവിങ് കണ്ടീഷൻ വേണം അല്ലെ. അഡിക്വേറ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ വേണം, ഇനഫ് ഫുഡ് കിട്ടണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടണം, എൻവയോൺമെന്റൽ പൊല്യൂഷൻസും അത്തരം ഇമ്പാക്റ്റുകളെല്ലാം ഇല്ലാതാവണം. നല്ല ഒരു ഓവറോൾ അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ നല്ലൊരു ഫ്യൂച്ചർ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ഹെൽത്തി ആയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്യൂച്ചർ ഉള്ളത് കൊണ്ട് തന്നെ. ഓക്കെ, സോ ഇതെല്ലാം ചൈൽഡ് റൈറ്റ്സ് അല്ലെങ്കിൽ ചിൽഡ്രൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ്. ഒന്നുമില്ല, UNCRC നമ്മൾ ഒരുപാട് നേരമായിട്ട് പറയാണ്. 1969 ഫോർമുലേറ്റ് ചെയ്താണ് നമ്മൾ പറഞ്ഞു. അതിന്റെ ഫുൾ ഫോം ആണ് നമ്മൾ പറഞ്ഞത്, യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ ഫോം എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. UNCRC. നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് UNCRC. ഓക്കെ, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇതെന്താണ് ഇതിന്റെ ഒരു ബേസിക് ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്നെല്ലാമാണ് ഓൾറെഡി നമുക്ക് അറിയാം. UNCRC എന്തൊക്കെയാണ് നമ്മുടെ വേൾഡിന് വേണ്ടിയിട്ടും സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും ഇന്ത്യക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്നത് എന്നുള്ളത് സെയിം കാര്യങ്ങൾ നമ്മളെ ഒടിച്ചു വിട്ടെല്ലാം ഒന്നുകൂടെ ഒന്ന് പറയാണ്. അപ്പൊ ഡെഫിനിഷൻ, ദി UNCRC ഈസ് എ ഹ്യൂമൻ റൈറ്റ് ട്രീറ്റി that sets out the civil, political, economic, social, health and cultural right of children. കുട്ടികളെ എഫക്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തെയും കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് UNCRC എന്ന് പറയുന്നത്. എക്കണോമിക് ആയിക്കോട്ടെ, സോഷ്യൽ, അവരുടെ ഹെൽത്ത്, കൾച്ചറൽ ആയിട്ടുള്ള റൈറ്റ്സ്, പൊളിറ്റിക്കൽ, സിവിക്, മെന്റൽ, ഫിസിക്കൽ, ഇങ്ങനത്തെ കുട്ടികളെ കവറപ്പ് ചെയ്യുന്ന എല്ലാ മേഖലകളും കവർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് UNCRC. ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ബൈ ദ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി ഇൻ 1989. 1989 ഈ യുണൈറ്റഡ് നേഷൻ ഈ ഒരു കൺസെപ്റ്റ് യുണൈറ്റഡ് നേഷൻ അഡോപ്റ്റ് ചെയ്തത് 1989. ഇതിന്റെ റേറ്റിഫിക്കേഷൻ നോക്കാം. ദ കൺവെൻഷൻ ഹാസ് ബീൻ റാറ്റിഫൈഡ് ബൈ ഓൾമോസ്റ്റ് എവറി കൺട്രി, മേക്കിംഗ് ഇറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഹ്യൂമൻ റൈറ്റ്
ട്രീറ്റീസ്. ഇനി ഈ ഒരു UNCRC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓർഗനൈസേഷനെ ഓൾമോസ്റ്റ് എവ്രി കൺട്രി യുണൈറ്റഡ് നേഷൻ അസംബ്ലിയിൽ റേറ്റ് ചെയ്തതാണ്. അവരെല്ലാം ഈ ഒരു UNCRCന്റെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് യൂണിവേഴ്സലി മൊത്തത്തിൽ ഗ്ലോബലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ് ആക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ UNCRC വളരെയധികം റാറ്റിഫൈഡ് ആയിരുന്നു കേട്ടോ. ഹോൾ ദ വേൾഡ് UNCRCക്ക് ഭയങ്കര ഒരു കൈത്താങ് ഉണ്ടായിരുന്നു. ഇനി പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ് ഇവരുടെ ബേസിക് പ്രിൻസിപ്പിൾ? നോൺ ഡിസ്ക്രിമിനേഷൻ, ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കുക. ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ്, കുട്ടികളെ എല്ലാ തരത്തിലും അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം. റൈറ്റ് ടു സർവൈവൽ ആൻഡ് ഡെവലപ്മെന്റ്. റെസ്പെക്ട് ഓഫ് ദ വ്യൂസ് ഓഫ് ചൈൽഡ്, കുട്ടികളുടെ വ്യൂസിന് റെസ്പെക്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ സജഷൻസിന് കേൾക്കുക. ഇത്തരം പ്രിൻസിപ്പിൾസ് എല്ലാമായിരുന്നു UNCRC മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇവർ കവറപ്പ് ചെയ്യുന്ന ചൈൽഡ് റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊട്ടക്ഷൻ ഫ്രം അബ്യൂസ് ആൻഡ് നെഗ്ലക്ട്, കുട്ടികൾ നേരിടുന്ന പലതരത്തിലുള്ള അബ്യൂസുകളിൽ നിന്നും പ്രൊട്ടക്ഷൻ ആയിരുന്നു ഒന്ന്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ ചെയ്യാനുള്ള അവകാശം. റൈറ്റ് ടു ഹെൽത്ത് ആൻഡ് ഹെൽത്ത് കെയർ. റൈറ്റ് ടു ലെഷർ, ലെഷർ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള സന്തോഷം കൊടുക്കുക. പ്ലേ ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ്. റൈറ്റ് റിലേറ്റഡ് ടു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ, ഇനി സ്പെഷ്യൽ ഒരു എമർജൻസി കെയർ അല്ലെങ്കിൽ ഒരു റേപ്പ് അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ വളരെ എമർജന്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ ആക്ട് ഒരു മെഷർ കൊണ്ടുവരിക. ഇതെല്ലാമായിരുന്നു ഇവർ കവറപ്പ് ചെയ്യുന്ന ചൈൽഡ് റൈറ്റ്. ആൻഡ് സപ്പോർട്ട് ഫോർ വൾണറബിൾ ഗ്രൂപ്പ്സ്, അതായത് നമ്മൾ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക. ഇത്തരം പ്രൊട്ടക്ഷൻ ആക്ട് എല്ലാമായിരുന്നു ഇവർ ബേസിക് ആയിട്ട് കവറപ്പ് ചെയ്തിരുന്നത്. ഓവറോൾ ഇതിലെല്ലാം വരുന്നുണ്ട്. ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം അബ്യൂസ് ചെയ്യപ്പെടുക, എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്, ഹെൽത്ത് കെയറിന്റെ ഇമ്പോർട്ടൻസ്, ആ കുട്ടീനെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ട് അവർക്ക് സന്തോഷവും സമാധാനവും കളിയും കൾച്ചറൽ ആക്ടിവിറ്റീസ് കൊണ്ടുവരിക, ബാക്കി പ്രൊട്ടക്ഷൻ മെഷേഴ്സ് കൊണ്ടുവരിക. ഇതെല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുട്ടീനെ ഒരു ഓവറോൾ കവറപ്പ്, കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ഓവറോൾ വരുമോ ആ കാര്യങ്ങളെല്ലാം UNCRC കവറപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ. അത് വളരെ നല്ലൊരു ഓർഗനൈസേഷൻ ആണ്. ഇനി UNCRCയിൽ ഒരുപാട് ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. അതിൽ വളരെ കുറച്ച് ആർട്ടിക്കിളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിൽ അറൌണ്ട് 45 ആർട്ടിക്കിൾസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 10 ആർട്ടിക്കിൾസ് ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോന്ന് നോക്കാം, നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിൾ എന്നുള്ളത്. ആർട്ടിക്കിൾ 1 പ്രകാരം everyone under the age of 18 has all rights in the convention. ഈ 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ബാക്കി എല്ലാവർക്കും ഉള്ള പോലെ തന്നെ റൈറ്റ്സ് ആ കുട്ടികൾക്കും ഉണ്ട് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 1 പറയുന്നത്. ആർട്ടിക്കിൾ 2 focus on non-discrimination in sex, religion, language, abilities, family background. നോൺ ഡിസ്ക്രിമിനേഷൻ ആണ് ആർട്ടിക്കിൾ 2 ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അത് കാസ്റ്റ് പരമായിട്ടും റിലീജിയൻ പരമായിട്ടും ബോയ് ഗേൾ സെക്സ് പരമായിട്ടും ലാംഗ്വേജിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന് ലോവർ കാസ്റ്റ് ഫാമിലി, അപ്പർ കാസ്റ്റ് ഫാമിലി, ഇത്തരം ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ആർട്ടിക്കിൾ 2 കൊണ്ടുവന്നിട്ടുള്ളത്. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ആർട്ടിക്കിൾ 3 is based on the best interest of the child must be a top priority in all decisions that affect children. ഒരു എന്തെങ്കിലും കാരണവശാൽ എഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് വളരെ നല്ല ഡിസിഷൻസ്, ആ കുട്ടീനെ ഒരു കുട്ടിക്ക് പ്രയോറിറ്റി നൽകിക്കൊണ്ട് ടോപ്പ് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 3. ആർട്ടിക്കിൾ 4 government must ensure that every child can enjoy their rights by creating system and passing laws that promote and protect children's right. ആർട്ടിക്കിൾ 4 എന്ന് പറയുന്നത് ഗവൺമെന്റ് എല്ലാ തരത്തിലും ഒരു കുട്ടി അവരുടെ റൈറ്റ്സ് എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടി പ്രൊട്ടക്റ്റഡ് ആണ്, എല്ലാ തരം ഡിസ്ക്രിമിനേഷനിൽ നിന്നും അബ്യൂസുകളിൽ നിന്നും എല്ലാം ഒരു കുട്ടി പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ റൈറ്റ് വളരെ നന്നായിട്ട് ആ കുട്ടികളുടെ ചൈൽഡ് റൈറ്റ് അവിടെ നടന്നു പോകുന്നുണ്ട്, ആ ലോ ഓക്കെ ആണ്, അവിടെ അപ്ലിക്കബിൾ ആണ് എന്നുള്ളത് ഗവൺമെന്റ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 4. നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾ 5. Government must respect the rights and responsibilities of parents for providing guidance and direction to their children as they grow up,
so that they fully enjoy their റൈറ്റ്സ്. ഈ ഗവൺമെന്റ് ഇനി ബാക്കി കുട്ടികളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതും അവരെ അപ്ബ്രിങ്ങിങ് ചെയ്യുന്നതും എല്ലാം ഫാമിലിയാണ് അല്ലെ, അവരുടെ പാരന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പാരന്റ്സിന്റെ എല്ലാ തരത്തിലുള്ള റൈറ്റും റെസ്പോൺസിബിലിറ്റീസിനെയും എല്ലാം റെസ്പെക്ട് ചെയ്യണം. കാരണം ഇവരെ ഗൈഡ് ചെയ്യുന്നതും നാളത്തേക്ക് വളർത്തുന്നതും എല്ലാം പാരന്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇതിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഫുള്ളി, വളരെ പോസിറ്റീവായിട്ട്, എൻജോയബിൾ ആയിട്ട് അവരുടെ റൈറ്റ്സ് എല്ലാം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതാണ് ആർട്ടിക്കിൾ 5. നെക്സ്റ്റ് വൺ, ആർട്ടിക്കിൾ 6. എവറി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ലൈഫ്. എല്ലാ കുട്ടികൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 7. എവറി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ബി രജിസ്റ്റേർഡ് അറ്റ് ബർത്ത്, ടു ഹാവ് എ നെയിം ആൻഡ് നാഷണാലിറ്റി. ജനിച്ചു വീഴുന്ന ഏതൊരു കുട്ടിക്കും ബർത്ത്, അതായത് ജനിച്ച ഒരു രജിസ്ട്രേഷൻ ചെയ്യാനും ആ കുട്ടിക്ക് ഒരു പേര് നൽകാനും ആ കുട്ടി ജനിച്ച നേഷൻ ഏതാന്നുള്ളത് മെൻഷൻ ചെയ്യാനും എല്ലാം ഉള്ള അവകാശമാണ് ആർട്ടിക്കിൾ 7. ഇതെല്ലാം UNCRCയിലുള്ള ആർട്ടിക്കിൾസ് ആണ്. നെക്സ്റ്റ് വൺ, ആർട്ടിക്കിൾ 8. എവറി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ഹാവ് എൻ ഐഡന്റിറ്റി. എല്ലാ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, അതായത് നമ്മുടെ പേരാണെങ്കിലും നമ്മുടെ റിലീജിയൻ ആണെങ്കിലും നമ്മൾ വളർന്നാണെങ്കിലും ഒരു ഐഡന്റിറ്റി ഉണ്ടാവാൻ ഏത് കുട്ടിക്കും, എല്ലാ കുട്ടിക്കും അവകാശമുണ്ട്. അതാണ് ആർട്ടിക്കിൾ 8. നെക്സ്റ്റ് വൺ, ആർട്ടിക്കിൾ 9. ചിൽഡ്രൻ മസ്റ്റ് നോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ദെയർ പാരന്റ്സ് എഗെയിൻസ്റ്റ് ദെയർ വിൽ അൺലെസ്. കുട്ടികളെ അവരുടെ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ അവരുടെ ഒരു ഒപ്പീനിയൻ തേടാതെ നമുക്ക് അവരുടെ പാരന്റ്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ ഒരു അവകാശമല്ല. ഇറ്റ് ഈസ് ഇൻ ദെയർ ബെസ്റ്റ് ഇൻട്രസ്റ്റ്. അത് കുട്ടികളുടെ ഇൻട്രസ്റ്റ് പ്രകാരമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അല്ലാതെ അൺലെസ് അവരുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ താല്പര്യമില്ലാതെ നമുക്ക് അവരുടെ പാരന്റ്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ അവകാശമില്ല. ചിൽഡ്രൻ whose parents have separated have the right to stay with both the parents unless this could cause them harm. ഇനി ഇൻ കേസ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള പാരന്റ്സ് ആണെങ്കിൽ കുട്ടികൾക്ക് രണ്ടുപേരുടെ കൂടെ താമസിക്കാനുള്ള റൈറ്റും ഉണ്ട്. ഇനി ഇൻ കേസ് ഏതെങ്കിലും ഒരു പാരന്റിന്റെ കൂടെ താമസിക്കുകയാണെങ്കിൽ അത് ആ കുട്ടീനെ ഏതെങ്കിലും തരത്തിൽ എഫക്ട് ചെയ്യുമെങ്കിൽ, അത് ആ കുട്ടിക്ക് ഉപദ്രവം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് സമ്മതിക്കുന്നതല്ല. അൺലെസ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ, സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും രണ്ടുപേരുടെ കൂടെ താമസിക്കാനും കുട്ടിക്ക് അവകാശമുണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 9. നെക്സ്റ്റ്, ആർട്ടിക്കിൾ 10. Government must respond quickly and sympathetically if a child or their parents apply to live together in the same country. In case പാരന്റ്സ് പുറത്തെല്ലാമാണ്, അബ്രോഡ് എവിടെങ്കിലും ആണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് പാരന്റ്സ് റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലീവ് ആണ്. ഇത് LIVE ആണ്, സോറി ഞാനത് കറക്റ്റ് ചെയ്യാം. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കൺട്രിയിലോട്ട് മാറണം എന്ന് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ആ ഒരു തീരുമാനത്തിനോട് എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊസീഡ് ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടതാണ് കേട്ടോ. ഇതെല്ലാമാണ് ആർട്ടിക്കിൾസിൽ പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അറൌണ്ട് ഒരു 35-40 ആർട്ടിക്കിൾസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങളൊന്ന് ഇതിപ്പോ എന്തായാലും ഓരോന്നും പേരെടുത്ത ആർട്ടിക്കിൾസ് ചോദിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 10 ആർട്ടിക്കിൾസ് എന്തായാലും പഠിച്ചു വെക്കുന്നത് നല്ലതാണ് നമുക്ക് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, എല്ലാ 45ഉം നിങ്ങളൊന്ന് വായിച്ചു വിടുക, നമുക്ക് മനസ്സിലുള്ളതൊക്കെ എഴുതാൻ പറ്റുമല്ലോ. മിനിമം ഒരു 10 ആർട്ടിക്കിൾസ് വളരെ ഓക്കെ ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. നെക്സ്റ്റ്, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, MDG ആൻഡ് SDG എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമുക്ക് ഷോർട്ട് ആൻസർ ആയിട്ടും എസ്സേ ആയിട്ടും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്? സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ എന്താ? സസ്റ്റെയിൻ ചെയ്യുക അല്ലെ, ലാസ്റ്റ് ഫോർ എ ലോങ്ങർ ടൈം എന്നുള്ളതാണ് സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത്. അപ്പൊ എന്താണ് ഇത്തരം ഗോൾസ്? വാട്ട് ഇസ് MDG ആൻഡ് വാട്ട് ഇസ് SDG എന്നുള്ളതാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. There are 8 goals set by 189 UN member state in 2000 സെപ്റ്റംബർ. 2000 സെപ്റ്റംബറിൽ 189 UN മെമ്പേഴ്സ് കൂടി 8 ഗോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ.
ഈ 8 ഗോൾസിൽ വീണ്ടും സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നും നമ്മൾ ഓരോ ഗോൾസും നോക്കുകയാണെങ്കിൽ അതിന്റെ താഴെ ഒരുപാട് ടാർഗറ്റ്സും വരുന്നുണ്ട്. അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പൊ ആദ്യം എന്താണ് ഈ യുണൈറ്റഡ് നേഷന്റെ 8 ഗോൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവരുടെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ടു ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. എക്സ്ട്രീം ആയിട്ടുള്ള പോവർട്ടിയും ദാരിദ്ര്യവും വിശപ്പും ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഒരു ഗോള്. നെക്സ്റ്റ് വൺ ടു അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. ലോകത്തെ എല്ലാ കുട്ടികൾക്കും പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു നെക്സ്റ്റ് ഗോൾ. തേർഡ് വൺ വിമൻ എംപവർമെന്റ് ആൻഡ് പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി. സ്ത്രീകൾക്ക് സാമ്പത്തിക ഭദ്രത നൽകുകയും ജെൻഡർ ഇക്വാലിറ്റി, സ്ത്രീയും പുരുഷനും ഈക്വൽ ആണ് എന്നുള്ള ഒരു ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുകയുമായിരുന്നു നെക്സ്റ്റ് ഗോൾ. ഫോർത്ത് ഗോൾ ടു റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. കുട്ടികളുടെ വളരെ ചെറുപ്പത്തിലുള്ള മരണം, അല്ലെ, ജനന സമയത്തുള്ള മരണം, ബാക്കി ഈ മാൽന്യൂട്രീഷൻ ഒക്കെ കാരണമുള്ള ഇനഫ് ന്യൂട്രീഷൻ കിട്ടാതിരിക്കുന്നുള്ള അങ്ങനത്തെ മരണങ്ങളും എല്ലാം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫോർത്ത് ഗോൾ. നെക്സ്റ്റ് വൺ ടു പ്രൊമോട്ട് മെറ്റേണൽ ഹെൽത്ത്. അതായത് ക്യാരിയിങ് ആയിട്ടുള്ള സ്ത്രീകളുടെ ഹെൽത്തിനെ എല്ലാ തരത്തിലും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫിഫ്ത്ത് ഗോൾ. നെക്സ്റ്റ് സിക്സ്ത് ഗോൾ ടു ഫൈറ്റ് മലേറിയ, HIV, AIDS ഓർ അതർ ഡിസീസസ്. ഇത്തരം ഡിസീസസ്, എയ്ഡ്സും മലേറിയ പോലുള്ള ഡിസീസസിനെ എതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു സിക്സ്ത് ഗോൾ. സെവൻത് ഗോൾ ടു എൻഷുർ എൻവിയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. അതായത് എൻവിയോൺമെന്റിന്റെ എല്ലാ മേഖലകളും അത് സസ്റ്റെയിൻഡ് ആയിട്ടിരിക്കുക. പൊല്യൂഷൻ ആയിക്കോട്ടെ, ബാക്കി അത്തരം എൻവിയോൺമെന്റ് നേരിടുന്ന ഇഷ്യൂകളെല്ലാം ഇല്ലാതാക്കുക, എൻവിയോൺമെന്റിനെ സസ്റ്റെയിൻ ആക്കുക എന്നുള്ളതാണ് സെവൻത് ഗോൾ. ആൻഡ് ലാസ്റ്റ് എയ്ത്ത് ഗോൾ ടു ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെന്റ്. അതായത് ഒരു ഗ്ലോബലി നമ്മുടെ വേൾഡിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് മൊത്തത്തിലൊരു UN സ്റ്റേറ്റ്സിന്റെ ഇടയിലും കൺട്രീസിന്റെ ഇടയിലും എല്ലാം ഡെവലപ്പ് ചെയ്യുക. ഇതെല്ലാമായിരുന്നു 2000 യുണൈറ്റഡ് നേഷൻ മെമ്പേഴ്സ് എടുത്തിട്ടുള്ള 8 ഗോൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ 8 ഗോൾസ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ 8 ഗോൾസില് മൊത്തം 21 ടാർഗറ്റും കൂടെ ഉണ്ട്. ഓരോ ഗോൾസിനും സബ് കുറച്ച് ടാർഗറ്റ്സും കൂടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗോൾസ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഗോൾ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ ഇല്ലാതാക്കാനായിരുന്നു, അല്ലെ. അപ്പൊ ഈ ഗോൾ 1-നെ അഗെയിൻ 3 ടാർഗറ്റ്സ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടാർഗറ്റ് ടു ഹാവ് എ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ഹൂസ് ഡെയിലി ഇൻകം ഈസ് ലെസ് ദാൻ $1.25. അതായത് $1.25 ഇൻകം കുറവുള്ള ആളുകൾ, അത് ഇത്ര ഒരു പെർസെൻറ്റേജേ ആവാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഫസ്റ്റ് ടാർഗറ്റ്. നെക്സ്റ്റ് വൺ ടു അച്ചീവ് ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റ് വളരെ സക്സസ്ഫുൾ ആവുകയും വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് നൽകാൻ പറ്റണം എന്നുള്ളതായിരുന്നു സെക്കൻഡ് ടാർഗറ്റ്. തേർഡ് ടാർഗറ്റ് to halve the proportion of individuals suffering from hunger in the period between 1990 and 2015. ഈ 2 കാലഘട്ടങ്ങളിലെ ഇടയില് ഏറ്റവും കൂടുതൽ ഹങ്കർ അല്ലെങ്കിൽ വിശപ്പ് സഹിച്ചിരുന്ന ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ ആ ഒരു പ്രൊപ്പോർഷൻ, ആ ഒരു റേഷ്യോ അത് ഉള്ളതിലും പകുതിയാക്കുക എന്നുള്ളതായിരുന്നു തേർഡ് ടാർഗറ്റ്. അപ്പൊ ഈ 3 ടാർഗറ്റ് നിങ്ങൾക്ക് അറിയാം. നമ്മുടെ എംപ്ലോയ്മെന്റ് ആൻഡ് എന്താ പറയാ പോവർട്ടി, അതായത് ദാരിദ്ര്യവും വിശപ്പും, ഈ 2 കാര്യങ്ങളും ഇല്ലാതാക്കുന്നതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 3 സബ് ടാർഗറ്റ്സ് ആണ് ഉള്ളത്. അപ്പൊ ഗോൾ 1 എന്താണെന്ന് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 3 ഓർത്തിരിക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഗോൾ 2 ഓൾറെഡി പറഞ്ഞു, എഡ്യൂക്കേഷൻ ആണ് അല്ലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഗോൾ 2-ന് ഒരു ടാർഗറ്റ് ആണുള്ളത്, ടു എൻഷുർ ദ ചിൽഡ്രൻ യൂണിവേഴ്സലി വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ഫുൾ കോഴ്സ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ ബൈ 2015. അതായത് 2015 ആവുമ്പോഴേക്കും യൂണിവേഴ്സലി എല്ലാ കുട്ടികൾക്കും പ്രൈമറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക, എല്ലാ കുട്ടിക്കും ഈ ഒരു എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതായിരുന്നു ഗോൾ 2-ന്റെ ടാർഗറ്റ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത്. ഗോൾ 3 വിമൻ എംപവർമെന്റും ജെൻഡർ ഇക്വാലിറ്റിയും ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പൊ അതിന്റെ ടാർഗറ്റ് എന്താന്ന് നമുക്ക് നോക്കാം. ഒരു ടാർഗറ്റ് ആണ് ഉള്ളത്, ടു എലിമിനേറ്റ്
gender inequality in primary and secondary education by 2005 and in all levels by 2015. 2005 ആവുമ്പോഴേക്കും പ്രൈമറി എഡ്യൂക്കേഷനിലും സെക്കൻഡറി എഡ്യൂക്കേഷനും കിട്ടുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അതിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ തരത്തിലും ജെൻഡർ ഇക്വാളിറ്റി നൽകുക അല്ലെങ്കിൽ ജെൻഡർ ഇനിക്വാളിറ്റിനെ എലിമിനേറ്റ് ചെയ്ത് കളയുക എന്നുള്ളതായിരുന്നു ഗോൾ 3ന്റെ ടാർഗറ്റ്. അത് 2005 ആവുമ്പോഴേക്കും എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഈ പ്രൈമറി സെക്കൻഡറിയില്. 2015 ആവുമ്പോഴേക്കും അത് സ്കൂളിലെ എല്ലാ സെക്ഷനിലും, അത് പ്രൈമറി ആയിക്കോട്ടെ, ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ, സെക്കൻഡറി ആയിക്കോട്ടെ, ഈ എല്ലാ എഡ്യൂക്കേഷൻ ലെവൽസിലും അത് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഗോൾ 3ന്റെ ടാർഗറ്റ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. 8 മില്ലീനിയം ഗോൾസ് ആണ് നമുക്കുള്ളത്. ഈ 8 മില്ലീനിയം ഗോൾസിന് വീണ്ടും സബായിട്ട് കുറച്ച് ടാർഗറ്റ്സും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ടാർഗറ്റ്സ് എല്ലാം ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് MDGനെ കുറിച്ചിട്ട് എനിക്ക് ആ ഒരു ഗോൾസിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഇനി എന്താണ് SDG എന്നുള്ളത് നോക്കാട്ടോ. In 2015, all countries at UN meeting agreed on a big plan called the 2030 Agenda for a Better World. 2015 യുണൈറ്റഡ് നേഷൻ ഒരു അസംബ്ലി കൂടിയപ്പോൾ എല്ലാ കൺട്രീസും എഗ്രി ചെയ്ത ഏറ്റവും ഒരു ബിഗ് ബഡ്ജറ്റ് പ്ലാൻ ആയിരുന്നു 2030 അജണ്ട എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു ബെറ്റർ വേൾഡ്, നാളേക്ക് വേണ്ടി ഒരു ബെറ്റർ വേൾഡിന് വേണ്ടിയിട്ട് എല്ലാ കൺട്രീസും ഒരുമിച്ച് കൈകോർത്തിരുന്ന ഒരു പ്ലാൻ ആണ് 2030 അജണ്ട. Okay, there are 17 goals and 169 smaller targets in this plan. അതിൽ വീണ്ടും 169 ടാർഗറ്റ്സും ഉള്ള ഒരു പ്ലാൻ ആണ് 2030 പ്ലാൻ. ദീസ് ഗോൾസ് ആർ ഓൾസോ കോൾഡ് ഗ്ലോബൽ ഗോൾസ്. ഇത് ഗ്ലോബലി എല്ലാ കൺട്രീസും അഗ്രി ചെയ്തത് കൊണ്ട് തന്നെ ഈ 2030 പ്ലാനിനെ നമുക്ക് ഗ്ലോബൽ ഗോൾ എന്നും വിളിക്കാം. The main aim is to end poverty, protect the planet and to make sure everyone lives in peace and has a good life by the year 2030. ഒന്നുമില്ല, ഈ 2030 അജണ്ട എന്താന്ന് വെച്ചാല് ദാരിദ്ര്യം ഒഴിവാക്കുക, ഇല്ലാതാക്കുക, പ്ലാനറ്റിനെ എല്ലാ തരത്തിലും പ്രൊട്ടക്ട് ചെയ്യുക, എല്ലാ മനുഷ്യർക്കും, എല്ലാ ഹ്യൂമൻ ബീയിങ്സിനായാലും എല്ലാവർക്കും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും നല്ലൊരു ജീവിതം ഉണ്ടാവുക. ഇതെല്ലാമായിരുന്നു ഈ 2030 മിഷന്റെ ഗോൾ എന്ന് പറയുന്നത്. അവരുടെ എയിം ഇതെല്ലാമായിരുന്നു. ദീസ് ഗോൾസ് വർ മെയ്ഡ് ആഫ്റ്റർ എ ലോട്ട് ഓഫ് ഡിസ്കഷൻ ബിറ്റ്വീൻ ഗവൺമെന്റ്സ് ആൻഡ് പീപ്പിൾ അറൌണ്ട് ദ വേൾഡ്. ഈ ഗോൾസ് അവര് ലിസ്റ്റ് ഔട്ട് ചെയ്തത് ഒരുപാട് ഡിസ്കഷൻസും ബാക്കി ലോകത്തിലുള്ള ഒരുപാട് പേരുമായിട്ട് അവരുടെ അഭിപ്രായങ്ങളെല്ലാം ചോദിച്ചും അറിഞ്ഞുമെല്ലാമാണ് ഇത്തരം ഒരു എയിമിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു 3-4 ഒബ്ജക്റ്റീവിലോട്ട് അവര് ലിസ്റ്റ് ഔട്ട് ചെയ്തത് ഇതിന് ശേഷമാണ് കേട്ടോ. നെക്സ്റ്റ്, ഈ ഒരു SDGയില് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ 5 P's പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ 5 P? ഫസ്റ്റ് വൺ പ്ലാനറ്റ്, second one people, third one prosperity, fourth one peace, fifth one partnership. ഒന്നുമില്ല, ഇവരുടെ 2030യിലുള്ള അജണ്ട പറഞ്ഞില്ലേ, പ്ലാനറ്റിന് എന്താ പറയാ കൺസേർവ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുക, പീപ്പിളിന് സമാധാനം, സന്തോഷം, പ്രോസ്പിരിറ്റി ഉണ്ടാവുക, പാർട്ട്ണർഷിപ്പ് ഉണ്ടാവുക, ഇതെല്ലാമാണ് ഈ 5 P's വരുന്നത്. നെക്സ്റ്റ്, 4 major components of sustainable development are. sustainable developmentല് 5 P'സും 4 മേജർ കമ്പോണന്റും ഉണ്ട്. ഇതെന്താ, ഒരു ബിഗ് പ്ലാൻ ആണ് അല്ലെ 2030 അജണ്ട എന്ന് പറയുന്നത്. ഇത് ഏതൊക്കെ മേഖലകളെയാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എഫക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഏതിനൊക്കെ വേണ്ടിയിട്ടാണ്? ഫസ്റ്റ് വൺ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. സോഷ്യൽ കാര്യങ്ങൾക്ക്, എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, പിന്നെ എൻവിയോൺമെന്റൽ ഒരു സസ്റ്റൈനബിലിറ്റി, ഇതെല്ലാമാണ് ഇവരുടെ ഒരു മേജർ കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പൊ SDG എന്താന്നൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ SDGക്ക് 17 ഗോളാണ് ഉള്ളത്, MDGക്ക് 8 ഗോളായിരുന്നു, SDGക്ക് 17 ഗോൾ ഉണ്ട്. ഇതിനെ ഗ്ലോബൽ ഗോൾസ് എന്ന് പറയും. പിന്നെ ബാക്കി നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള അവരുടെ 2030 അജണ്ട എല്ലാമാണ് ഡിസ്കസ് ചെയ്തത്.
ഓക്കെ, ഇനി എന്താണ് SDG കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഈ 17 ഗോൾസ് എന്നുള്ളത് നമുക്ക് നോക്കണം. They are a set of global goals for fair and sustainable health at every level from planetary biosphere to local community. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്ലാനറ്റിനെയും മനുഷ്യനെയും അവരുടെ പീസും പ്രോസ്പെരിറ്റിയും അങ്ങനെ ഒരു എൻറ്റയർ ആയിട്ടുള്ള കാര്യങ്ങളെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗോളാണ് അല്ലെ SDG ഗോൾ എന്ന് പറയുന്നത്. അത് പ്ലാനറ്റ് ബയോസ്ഫിയർ തൊട്ട് നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റി വരെ എന്താ പറയാ അതിനെല്ലാം ബാധിച്ചു വരുന്ന ഒരു നല്ലൊരു ഗോളാണ് SDG. The aim is to end poverty, protect the planet, ensure prosperity and peace. നമ്മൾ ഓൾറെഡി 5 P's പറഞ്ഞു, അതെല്ലാമാണ് ഇവരുടെ എയിം. ഇനി 17 SDG ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, അതിൽ കുറച്ച് SDGs ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗോൾ നോ പോവർട്ടി, ദാരിദ്ര്യം ഒഴിവാക്കുക. സെക്കൻഡ് ഗോൾ സീറോ ഹങ്കർ. തേർഡ് വൺ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള വളരെ ഒരു ഫിസിക്കലി എല്ലാവർക്കും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാട്, ഒരു ചുറ്റുപാട് ഉണ്ടാക്കുക. ഫോർത്ത് ഗോൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഫിഫ്ത്ത് ഗോൾ ജെൻഡർ ഇക്വാളിറ്റി ഉണ്ടാക്കുക. സിക്സ്ത് ഗോൾ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ, ക്ലീൻ വാട്ടർ ത്രൂ ഔട്ട് ദ ഗ്ലോബ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക, സാനിറ്റൈസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സെവൻത്ത് വൺ ക്ലൈമറ്റ് ആക്ഷൻ. ഇനി വളരെ പെട്ടെന്ന് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ earthquake അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ ആയിട്ട് പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുക. ഇതെല്ലാം ഒരു സം ഓഫ് ദ എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല. 17 SDG ഉണ്ട്, അതിൽ 7 എണ്ണമാണ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ബാക്കി ത്രൂ ഔട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, ഒന്ന് വായിച്ച് പോകണം എന്തായാലും. ഇതെല്ലാമാണ് ബേസിക്. ഇത്രയേ ഉള്ളൂ. SDG എന്ന് പറയുമ്പോൾ ഓവറോൾ സസ്റ്റൈനബിലിറ്റി ആണ്. അത് പ്ലാനറ്റ് തൊട്ട് നമ്മുടെ മനുഷ്യനെ വരെ എത്തുന്ന എല്ലാ കാര്യങ്ങളും എഫക്ട് ചെയ്തിട്ടും അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ 17 ഗോളിലും വരിക കേട്ടോ. അപ്പൊ MDGക്ക് 8 ഗോളും SDGക്ക് 17 ഗോളും ആണ് ഉള്ളത്. എല്ലാത്തിന്റെയും എയിം ഓവറോൾ സെയിം തന്നെയാണ് ഉള്ളത് കേട്ടോ. നെക്സ്റ്റ് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് SDG. ഇനി ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും ചൈൽഡ് റൈറ്റ്സും തമ്മിൽ എന്താണ് കണക്ഷൻ എന്നുള്ളത് നോക്കാം നമുക്ക്. The 2030 agenda is a global plan to make the future better for all children. നമ്മൾ ഓൾറെഡി SDGയിൽ 2030 പ്ലാനിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഈ 2030 അജണ്ടയിൽ കുട്ടികൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അവർക്ക് ഒരു ബെറ്റർ ഫ്യൂച്ചർ നൽകാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ചിൽഡ്രൻസ് റൈറ്റ്സ് ആൻഡ് ഇംപ്രൂവ് ദെയർ ലൈഫ്സ്. കുട്ടികളുടെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുകയും അവരുടെ ജീവിതവും ചുറ്റുപാടും എല്ലാ തരത്തിലും ഇംപ്രൂവ് ആവുകയും ചെയ്യുന്ന ഒരു ഗോളാണ് SDG ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ അത് കുട്ടികളുമായിട്ട് കണക്റ്റഡ് ആണ്. The plan sets clear goals that all countries should try to achieve by 2030. Protecting children's right is important to reach these goals. ഈ ഒരു പ്ലാന് സെറ്റ് ചെയ്യുമ്പോൾ എല്ലാ കൺട്രീസിനും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 2030 ആവുമ്പോഴേക്കും ഈ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യുക. 17 ഗോൾസ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഈ 17 ഗോൾസിൽ വരുന്ന പോവർട്ടി ആയിക്കോട്ടെ, ജെൻഡർ ഇൻഇക്വാളിറ്റി, ഹങ്കർ, ബാക്കി അത്തരം ഡിസ്ക്രിമിനേഷൻ, ഈ എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്യണം ബൈ 2030 എന്നുള്ളത് ഓൾ കൺട്രീസിന് നൽകിയിട്ടുള്ള ഒരു ഗോളാണ്, അവർക്കുള്ള ഒരു ഗോളാണ്. ഈ കുട്ടികളുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് അതിലെ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടന്റ് ഗോൾ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ SDGയും ചൈൽഡ് റൈറ്റും തമ്മിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഇനി ഇതില് ഈ ഒരു 2030 പ്ലാനില് സ്റ്റിൽ ഇപ്പൊ നമ്മളൊരു കറന്റ് സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ ഒരു പ്രോഗ്രസ് എന്നുള്ളത് നോക്കാം. സിൻസ് 2015 there has been some good progress. 2015 വരെ ഈ 2030 അജണ്ടയ്ക്ക് നല്ലൊരു പ്രോഗ്രസ് നടന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ. ചിൽഡ്രൻ ആർ ഹെൽത്തിയർ ആൻഡ് സ്റ്റേ ഇൻ സ്കൂൾ ലോങ്ങർ. പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, നമ്മുടെ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ കുട്ടികൾ വളരെ ഹെൽത്തിയർ ആണ്, എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടുന്നുണ്ട്, അങ്ങനെ ഡ്രോപ്പ് ഔട്ട് റേറ്റും കാര്യങ്ങളും എല്ലാം കുറവാണ്, വളരെ ലോങ്ങർ ആയിട്ട് തന്നെ സ്കൂളിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. The death rate of children under 5-year-old dropped to 39 deaths per 1,000 birth in 2017. 2017 കണക്ക് വെച്ച് നോക്കുമ്പോൾ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്
കുറഞ്ഞിട്ടുണ്ട്. അതായത് 5 വയസ്സിന് താഴെയുള്ള മരണനിരക്ക് 1039 ഡെത്ത് എന്നുള്ള രീതിയിൽ ആ ഒരു മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്താ ഈ ഒരു 2030 അജണ്ട നടന്നു വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് അതിന് ഉള്ള ഒരു കണക്കാണ് ഇത്. അതെല്ലാം എല്ലാ കൺട്രീസും അത് നടത്താൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടെ ചില ചാലഞ്ചസ് ഇപ്പോഴും നേരിടുന്നുണ്ട്. ഇപ്പൊ 2025 ആയി അല്ലെ, 5 വർഷം കൂടെ ഉള്ളൂ ഈ 17 ഗോൾസ് എല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോ നമ്മൾ ഫേസ് ചെയ്യുന്ന ചില ചാലഞ്ചസ് എന്തൊക്കെയാണുള്ളത് നോക്കാം. പ്രോഗ്രസ് ഉണ്ടെങ്കിൽ കൂടെ ചില ചാലഞ്ചസും ഉണ്ട്. പ്രോഗ്രസ് സ്റ്റിൽ സ്ലോ ആൻഡ് മെനി പ്രോബ്ലംസ് കണ്ടിന്യൂ. ഈ ഒരു 17 ഗോൾ അച്ചീവ് ഹലോ കേൾക്കുന്നില്ലേ? ഈ ഒരു 17 ഗോള് അച്ചീവ് ചെയ്യുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല അല്ലെ. അപ്പൊ ആ ഒരു പ്രോഗ്രസ് സ്റ്റിൽ കുറച്ച് സ്ലോ ആണ്. ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ ഇടയിൽ നടന്നു വരുന്നുണ്ട്. സെക്കൻഡ് വൺ, വാർസ്, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, മണി പ്രോബ്ലംസ് ആൻഡ് ഹെൽത്ത് ക്രൈസിസ് ഹേർട്ട് ചിൽഡ്രൻ റൈറ്റ്. നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ലോകമെമ്പാടും ഉണ്ട്. യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആയിട്ടുള്ള ഫ്ലഡ്, എർത്ത് ക്വേക്ക് എല്ലാം സംഭവിക്കുന്നുണ്ട് അല്ലെ. മണി പ്രോബ്ലംസ്, ഹെൽത്ത് ക്രൈസിസ് ഇതെല്ലാം നമ്മൾ നേരിട്ടതാണ്. കൊറോണ വന്ന സമയത്തും പിന്നെ ഗസയിൽ നടക്കുന്ന വാർ ആണെങ്കിലും ഇപ്പൊ തായ്ലൻഡിലെല്ലാം എർത്ത് ക്വേക്ക് ഉണ്ടായി. ഇങ്ങനത്തെ പല തരത്തിലുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസും വാസും എല്ലാം നടക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ ഇപ്പോഴും പല ഇവയെല്ലാം കൊണ്ടും കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് വരുന്നുണ്ട് സ്റ്റിൽ. അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി നമുക്ക് പറയാൻ പറ്റില്ല. മെനി ചിൽഡ്രൻ സഫർ ഫ്രം വയലൻസ്, അൺഫെയർ ട്രീറ്റ്മെന്റ് ആൻഡ് ബീയിങ് ലെഫ്റ്റ് ഔട്ട്. കുട്ടികള് പലതരത്തിലുള്ള അബ്യൂസുകളും വയലൻസും അൺഫെയർ ആയിട്ടുള്ള ജെൻഡർ ഇനിക്വാളിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പല ആളുകളുടെ നിന്നുള്ള ആ ഒരു നേരിടുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, അങ്ങനത്തെ പല ഇഷ്യൂസ് കുട്ടികൾ സ്റ്റിൽ സഫർ ചെയ്യുന്നുണ്ട്. ഓവർ ഹാഫ് ഓഫ് ദ ചിൽഡ്രൻ ആൻഡ് ടീൻസ് സ്ട്രഗിൾ വിത്ത് റീഡിങ് ഇൻ മാത്ത്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഒരു വിഭാഗം കുട്ടികൾ ഇപ്പോഴും വായിക്കാനും അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു സബ്ജക്റ്റിനോട് നേരിടുന്ന ബുദ്ധിമുട്ട് ഇപ്പോഴും കുട്ടികളുടെ ഇടയിലും ടീനേജേഴ്സിന്റെ ഇടയിലും നടക്കുന്നുണ്ട്. നെക്സ്റ്റ്, അറൌണ്ട് 250 million യങ് ചിൽഡ്രൻ ഇൻ പുവർ ഏരിയാസ് ഫേസ് ബിഗ് ചാലഞ്ചസ്. അതായത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഏകദേശം 250 മില്യൺ കുട്ടികൾ ഇപ്പോഴും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് പ്രകാരം പറയുന്നത്. അപ്പൊ ഈ ഒരു 2030 അജണ്ട എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഈ 17 ഗോൾസ് അച്ചീവ് ചെയ്യാന്നുള്ളത് സ്റ്റിൽ പ്രോഗ്രസ് ഉണ്ട്, എന്നാൽ ചില ചാലഞ്ചസ് ഇപ്പോഴും നേരിടുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് കീ പോയിന്റ്സ് ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് പറയാനുണ്ട്. ചിൽഡ്രൻ ഫേസ് മോർ പോവർട്ടി ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസ് ദാൻ അഡൾട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. The 2030 agenda asks countries to protect and fulfill children's rights. 2030 അജണ്ടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ ചൈൽഡ് റൈറ്റ് ഫുൾഫിൽ ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് കൺട്രീസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇറ്റ് കണക്ട്സ് ചിൽഡ്രൻസ് റൈറ്റ് ടു ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡെവലപ്മെന്റ് goals. In 2017, a UN report focused on protecting children's rights while reaching the 2030 goal. ഈ 2017 കണക്ക് പ്രകാരം UN റിപ്പോർട്ട്സ് ഫോക്കസ് ചെയ്തിരുന്നത് കുട്ടികളുടെ ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2030 ഗോൾ, അതായത് 2030 ഗോളിന്റെ മെയിൻ ഒരു അജണ്ട എന്ന് പറയുന്നത് ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് ഫോക്കസ് ചെയ്യാനാണ് UN എല്ലാ കൺട്രീസിനോടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതും. എ സ്പെഷ്യൽ ചൈൽഡ് റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് ഇസ് നീഡഡ് ടു മേക്ക് ഷുവർ നോ ചൈൽഡ് ഇസ് ലെഫ്റ്റ് ബിഹൈൻഡ്. ഒരു കുട്ടിയും ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ ഒരു കുട്ടിനെയും നമ്മൾ ഒറ്റയ്ക്ക് തനിച്ച് വിടുന്നില്ല എന്നുള്ള ആ ഒരു ചൈൽഡ് റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ് എല്ലാ കൺട്രീസിനോടും പറഞ്ഞിട്ടുള്ളത്. ഇൻ 2019
countries agreed to work together more strongly for children's right and sustainable development. 2019 ആയപ്പോഴേക്കും ഒരുവിധം എല്ലാ കൺട്രീസും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി, വളരെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്? ഈ ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനും ഒരു നല്ല സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എല്ലാ കൺട്രീസും വർക്ക് ചെയ്തും കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം നമുക്കിനി 5 yearsും കൂടെ ഉള്ളൂ അല്ലെ 2030 അജണ്ട അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാം ഇംപ്ലിമെന്റേഷനിലാണ് ഇപ്പോ. നെക്സ്റ്റ്, ചൈൽഡ് റൈറ്റ് പ്രിൻസിപ്പിൾസ് മസ്റ്റ് ഗൈഡ് ഓൾ ഡെവലപ്മെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. ഈ ചൈൽഡ് റൈറ്റ്സിന് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട് പറഞ്ഞു അല്ലെ. ഇതെല്ലാം നമ്മുടെ ഡെവലപ്മെന്റൽ പോളിസീസും പ്രോഗ്രാംസും എല്ലാം ഗൈഡ് ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കണം. എ ചൈൽഡ് റൈറ്റ്സ് ബേസ്ഡ് അപ്രോച്ച് എൻഷുർ ഫുൾ റെസ്പെക്ട് ഫോർ ചിൽഡ്രൻസ് റൈറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഈ ചൈൽഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ സജഷൻസ് ആൻഡ് ഐഡിയാസ് നമ്മൾ റിസീവ് ചെയ്യുന്നതിലും അവർ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലും എല്ലാം ഒരു ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് നൽകണം. ചിൽഡ്രൻ ആസ് ഏജന്റ്സ് ഓഫ് ചേഞ്ച് means recognizing their active participation in society. എന്താ പറയാ, ആസ് ഏജന്റ്സ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി സൊസൈറ്റിയിൽ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ കുട്ടികൾക്ക് നൽകിയേ പറ്റുകയുള്ളൂ. ലീവിംഗ് നോ ചൈൽഡ് behind focuses on equality, non-discrimination and prioritizing vulnerable children. ഒരു കുട്ടീനെയും നമ്മൾ ഒഴിവാക്കുന്നില്ല, അല്ലെങ്കിൽ ലിവിങ് നോ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടീനെയും നമ്മൾ തനിച്ചാക്കുന്നില്ല. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ലീവിങ് നോ ചൈൽഡ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഇക്വാളിറ്റി, ജെൻഡർ ഇക്വാളിറ്റി അതിൽ വരുന്നുണ്ട്, നോൺ ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട്. കുട്ടികളെ സൊസൈറ്റിയിൽ വളരെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് എല്ലാം ഈ ഒരു ലിവിങ് നോ ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്, ഈ ആ ഒരു വേർഡ് ഈ കാര്യങ്ങളെ എല്ലാം അർത്ഥമാക്കുന്നുണ്ട്. ഇക്വാളിറ്റി വേണം, നോൺ ഡിസ്ക്രിമിനേഷൻ ആയിരിക്കണം, അവർക്ക് പ്രയോറിറ്റി നൽകണം. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ചൈൽഡ് റൈറ്റ്സിന് 2030 എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ MDG ആൻഡ് HDG വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് HDGയിലെ ഈ 2030 അജണ്ട എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. ആൻഡ് സ്റ്റിൽ അത് എത്രത്തോളം 2030 അജണ്ട വർക്ക് ആവുന്നുണ്ട്, പ്രോഗ്രസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ചാപ്റ്റർ. ഇത്രേ ഉള്ളൂ. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഒരു ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്, ചൈൽഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു, ചൈൽഡിന്റെ ഇമ്പോർട്ടൻസ്, ചൈൽഡ് റൈറ്റിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, പിന്നെ നമ്മുടെ ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ് പറഞ്ഞു, ഇന്ത്യയിൽ അതുപോലെ തന്നെ തമിഴ്നാടുല് എത്രത്തോളം ചൈൽഡ് റൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സംസാരിച്ചു. നമ്മൾ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ പറഞ്ഞു അല്ലെ, NGO എങ്ങനെയാണ് ഇന്ത്യയിലും അതുപോലെ തന്നെ തമിഴ്നാടിലും വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഒരുപാട് പേരെല്ലാം ഇട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലും തമിഴ്നാടിലും ഓർഗനൈസേഷൻസ്, അതിനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ നമ്മൾ മിഡീവൽ ഏജിൽ എത്രത്തോളം ചൈൽഡ് റൈറ്റ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, ഹിസ്റ്ററി എന്താണ്, പിന്നെ നമ്മള് നമുക്ക് ഫ്രീഡം കിട്ടിയതിന് ശേഷം എത്രത്തോളം ചൈൽഡ് റൈറ്റ്സിന് ഇമ്പോർട്ടൻസ് നൽകി വന്നു. ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കോണ്ടാക്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ 1 second. Thank you for listening. I hope okay മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.